ഞാൻ പുതുനാൾ അതു തേടിപ്പോയി. അപ്പോൾ നമ്മൾ മോഹം കൊണ്ട് അത് നല്ല നല്ല ഹോട്ടലിലൊക്കെ നമ്മൾ തിരക്കി കിടക്കും. പക്ഷെ മോഹം കൊണ്ട് നമ്മൾ ഹോട്ടലിലൊന്നും പോകണ്ട. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു തക്കാളി ചട്നി ആയിട്ടാണ് നമ്മൾ ഇന്ന് മലയാളീസ് കിച്ചൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ല എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നല്ല വ്യൂസിനും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഏറ്റവും എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഇനി ഇതിലും എളുപ്പത്തിലുള്ള ഒരു ചട്നി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ തക്കാളി ചട്നി നിങ്ങൾ കാണുക. ഹായ്, മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തക്കാളി ചട്നി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്കൊക്കെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് 2 സവോളയും 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമുക്കിനി ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. നമുക്ക് ഇതെല്ലാം കൂടി ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിൽ ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളിയും എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. കറിവേപ്പില, സവോള, ഇത്രയും കൂടി നമുക്ക് ഒരുമിച്ച് അങ്ങ് ചേർക്കാം. ചേർത്ത് ജസ്റ്റ് ഉപ്പ് കൂടി ഇട്ട് ഇപ്പം നമുക്ക് കുറച്ച് ഇടാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ആവി ഹൈ ഫ്ലെയിമിലെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് നിങ്ങളൊന്ന് എടുത്ത് ഓപ്പണാക്കി നോക്കണം. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പം ടേസ്റ്റ് അനുസരിച്ച് ഇതിപ്പം തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ മസാലയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ആറിയ ശേഷം ജസ്റ്റ് ഒന്ന് ആറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉപ്പ് നോക്കി. ഉപ്പൊക്കെ നമുക്കിപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. മസാല അവോയ്ഡ് ചെയ്യേണ്ടവർക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് തക്കാളി ചട്നിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാല അവോയ്ഡ് ചെയ്തുകൊണ്ട് ചെയ്യുക. അല്ല, കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാകും, നിങ്ങൾക്ക് മസാല ചേർക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചൂടോടെ അരയ്ക്കരുത്, കാരണം ചൂടോടെ അരയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അത് നന്നായിട്ട് പുറത്ത് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ആറിയ ശേഷം നല്ല ടേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. നമുക്ക് സെർവ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഏറ്റവും ടേസ്റ്റ് ഗോതമ്പ് ദോശയ്ക്കൊപ്പമാണ്. ചപ്പാത്തി, ഗോതമ്പിൻ്റെ ആ ഒരു സ്വീറ്റിനൊപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ തക്കാളി ചട്നി ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും. ഓക്കെ, ബൈ, താങ്ക് യു.